ഹലോ ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അമ്മൂസ് സിമ്പിൾ ലൈഫിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്നത് ഒരു വ്ളോഗാണ്. കൊറോണ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോകുന്നതാണ്, ആദ്യമായിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോകാം എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ജബലലിക്ക് അടുത്തുള്ള ഷെയ്സൈദ് റോഡിൽ ഉള്ള ഒരു മോളാണ്. ഈബൻ ബത്തൂത്ത മോളിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ 270-ലധികം ഷോപ്പുകളും 50 റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. 2005 ഏപ്രിൽ മുതൽ ആരംഭിച്ച ദുബായിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളാണ് ഈബൻ ബത്തൂത്ത മാള്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് മോളിൽ ചെന്നിട്ട് കാണാം. ഞാൻ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ 10-13 വർഷത്തോളമായി. മിക്കവാറും ഞങ്ങൾ പോകാറുണ്ട് ഈബൻ ബത്തൂത്ത മാളിൽ. പക്ഷെ ഇപ്പോൾ ഈ കൊറോണ ആയതിനു ശേഷം നമ്മൾ അങ്ങനെ കൂടുതൽ യാത്രയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുകൊണ്ടാണ് ഞാൻ പുറത്ത് പോണ വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പം നമ്മൾ മോളിൻ്റെ മുമ്പിൽ വന്ന് നമ്മൾ ഇറങ്ങി നമുക്ക് പയ്യെ മുകളിലേക്ക് പോവാം. അവിടെയുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടെ നിൽക്കുന്ന കുറച്ച് ചെടികളും ഒക്കെ ഉണ്ട്. എന്താ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ മുകളിൻ്റെ അകത്തേക്ക് പോവുകയാണ്. വീഡിയോ ഒന്നും അലൗഡ് അല്ല ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം. അപ്പോൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോഴേ കാണുന്നതാണ് വലിയൊരു ക്രിസ്മസ് ട്രീയുടെ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. ഇവിടെയാണ് നമ്മൾ സിനിമ കാണാനൊക്കെ വരുന്നത്. ഇവിടെയാണ് ഫുഡ് കഴിക്കാനും സിനിമ കാണാനൊക്കെ നമ്മളിവിടെയാണ് മിക്കവാറും വരാറുള്ളത്. ഇത് ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഉള്ള ഓരോ സ്ഥലങ്ങളാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ നാൾ കൂടിയിട്ട് അവിടെ ചെല്ലുന്നതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ഭയങ്കര ഒച്ചയൊക്കെ ആയിരുന്നു. മാസ്ക് എടുത്തിട്ട് ഒന്നും പറയാനൊന്നും പറ്റില്ലായിരുന്നു. മാസ്ക് എടുക്കാൻ സെക്യൂരിറ്റിമാർ സമ്മതിക്കില്ല, മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ നടക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുത്തേക്കുന്ന കുറേ ഫോട്ടോസുകളൊക്കെയാണ്. അതിൻ്റെ അകത്തുള്ള ഓരോ ഇതിൻ്റെ നല്ല ഭംഗിയായിട്ട് ഉള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കുട്ടികൾക്കുള്ള ടോയ്സുകളും അതുപോലെ ബുക്സുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ഞങ്ങൾ. കുറച്ച് പെർഫ്യൂം, അതുപോലെ കുട്ടികൾക്ക് കുറച്ച് പഠിക്കാനുള്ള ബുക്ക്, പിന്നെ കുറച്ച് ഒരു ടോയ് കാറ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസുകൾ നമ്മൾ അതിനകത്ത് വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മാളിൽ പോയിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ലുലു മാളിൽ പോയത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, എൻ്റെ കുക്കു പാറു ഉണ്ട് എന്ന് പറഞ്ഞ കിളിയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. കുക്കു പാറുവിന് സുഖമില്ല, പനിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പനി കഴിഞ്ഞ് വന്നപ്പം അവൾ രക്ഷപ്പെട്ടു വന്നതിൻ്റെ സന്തോഷത്തിൽ ആദ്യമായിട്ടാണ് അവൾ മുട്ടയിട്ടു. 5 മുട്ട ഇട്ടിട്ടുണ്ട്. അതിൽ 2 എണ്ണം അവർ പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പോൾ ഒരു 3 മുട്ട വെച്ചിട്ട് അവരവിടെ ഇരിപ്പുണ്ട്. അപ്പം 4 കിളിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നതിൽ ഒരു കിളിയാണെങ്കിൽ മരിച്ചു പോയായിരുന്നു. പനി വന്നപ്പം മരിച്ചു പോയതാണ്. അത് കഴിഞ്ഞപ്പം ഇവർ 2 പേര് പേരായിട്ട്, കുക്കും പാറും പേരായിട്ട് ഇങ്ങനെ ഒരു കൂട്ടി കയറി മുട്ടയ്ക്ക് അടയിരിക്കുക. അപ്പം അതുകൊണ്ട് അമ്മു എന്ന് പറഞ്ഞൊരു കിളി ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ കണ്ടപ്പം നമുക്കത് വിഷമായി. അപ്പം അവൾക്കൊരു പേരിനെ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 കൂടും വാങ്ങിച്ചു. അപ്പം അവരെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എൻ്റെ ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഇങ്ങനെ കുറച്ച് ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അടുത്തത് വേറൊരു പാർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യാം.
ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് എൻ്റെ കിളിക്കുഞ്ഞുങ്ങൾ. അവരെനിക്ക് അവരുടെ സന്തോഷം എനിക്ക് തന്നിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളെ മുട്ടയായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അവർ അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വീഡിയോ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അത് ചെയ്യാത്തത്. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. നല്ല കേക്ക് ഒക്കെ ഇരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റി കേക്കുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് ഈവൻ ബത്തൂത്തമാളിൻ്റെ ഓരോ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം നമ്മൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.